ഏകദേശം ഒരു 5-6 മാസം മുമ്പ് നമ്മുടെ മകരവിളക്കിന് അവിടെ വെച്ച് ഇദ്ദേഹം പരിചയപ്പെട്ടു, നമ്മുടെ ശബരിമലയിൽ വെച്ച്. അപ്പൊ പുള്ളി ഇങ്ങനെ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരുപാട് ബിസിനസ് ആളുകളൊക്കെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഈ മറ്റേ ഫ്രണ്ടിലുള്ള നദിയും ബാക്കിയെല്ലാം സ്വർണം ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഞാനൊന്ന് വിളിക്കും, അപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മെഡ്രാസിലുള്ള ഒരു ഫാക്ടറിയിലാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞ വഴിക്ക് എന്നെ തീർന്ന് നാളെ ശബരിമലയ്ക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഒന്ന് വന്നാൽ തിരക്കില്ല. അപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഞാൻ അപ്പൊ അത് നിർത്തിവെച്ച് വീരമണി രാജുവും വന്നു എന്റെ കൂടെ. അദ്ദേഹം എന്റെ വീടിനടുത്താണ് താമസിക്കുന്നത്. അദ്ദേഹം 2 പാട്ടൊക്കെ പാടി ഞങ്ങള് പൂജയൊക്കെ ചെയ്ത് അവിടെ നിന്ന് അപ്പൊ അയക്കുന്നതിന് മുമ്പ് ഒരു അത്യാഗ്രഹം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഇത് പോകുന്ന വഴി എന്റെ വീട് അവിടെയാണ്, അവിടെ ഒന്ന് ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. പ്രൈവസി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. ഇത് കോടതിയോ മറ്റൊരാൾ എന്നെ കുറ്റക്കാരനെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സാധാരണ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഈ സ്ത്രീകളെ എന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. പിന്നെ ഈ കേസിന്റെ കാര്യം ഹൈക്കോടതിയിൽ ഇരിക്കുന്നതാണ്. ഹൈക്കോടതി ഇതിന് ഡോക്യുമെന്റുകൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഈ കാര്യങ്ങൾ എന്ത്, എങ്ങനെ, എപ്പോ, എവിടെ വെച്ചായി എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയിലോട്ട് കേസ് ഫയൽ ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇവിടെ വന്ന് നിന്ന് ശരിക്ക് എന്റെ ഫാമിലിയുടെ പ്രൈവസി നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ശബരിമല അയ്യപ്പനോട് സൂക്ഷിച്ചു കളിക്കണം. കളിച്ചവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും ഉണ്ണീഷ്ണം പോറ്റിയോ സുബ്രഹ്മണ്യം പോറ്റിയോ അങ്ങനെ ഏതോ ഒരു പോറ്റി ശബരിമല അയ്യപ്പനെയും പറ്റിച്ചു. ആള് ബ്രാഹ്മണനാണ് കേട്ടോ, പൂജാരിയാണ്. ബാംഗ്ലൂരിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ 10 വർഷം നിന്ന ആളാണത്രേ. അവിടെ നിന്ന് ആളെ പിടിച്ച് പുറത്താക്കിയതാണ്. അദ്ദേഹം ഈ ഭഗവാനെ വിറ്റ് കാശാക്കുന്ന ആളാണ്. അങ്ങനെ എങ്ങനെയോ പുള്ളി ഈ ശബരിമല ക്ഷേത്രത്തിലും കടന്നുകൂടി. അവിടെ പലപ്പോഴും കീഴ്ശാന്തിയായി വർക്ക് ചെയ്തു. അങ്ങനെ അവിടുത്തെ സകല ഏർപ്പാടുകളിലും പുള്ളി അങ്ങ് ഇടപെട്ട് തുടങ്ങി എന്നാണ് പറയണത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റുന്ന ഒരു വിധത്തിൽ ശബരിമല സംവിധാനം അങ്ങനെ ഒരുക്കി കൊടുത്തു. ആർക്ക്? നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നാണ് പറയണത്. കണ്ട മഹാസാദ്, ആ മുഖം കണ്ടാൽ തന്നെ എന്തൊരു വരപ്രസാദാണ്. ആളെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, നമുക്കറിയില്ല ആളെ വ്യക്തിപരമായിട്ട് എന്തായാലും. പക്ഷെ പുറത്ത് പറയുന്ന കേൾക്കുന്ന കഥകളൊക്കെ കഷ്ടമാണ്. അതറിയണ്ടേ നമുക്ക് ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ സ്പേസ് ചാനൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന സംഭവവികാസങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുന്നിലെത്തിക്കും. അതിനായിട്ട് ഇതൊന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നലെ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ പറ്റിയാണ് പറഞ്ഞു വന്നത്. കഷ്ടം കേട്ടോ, ഒരു ബ്രാഹ്മണനാണ്, പൂജാരിയാണ്. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? 3 നേരം പൂജ ചെയ്ത് വളരെ സ്വാത്വികനാണ്. ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അങ്ങനെയാണല്ലോ. അദ്ദേഹം ഈ ഭഗവാനെ വിറ്റ് കാശാക്കുന്നത് നമ്മൾ വിചാരിക്കുമോ? അവിടുത്തെ സ്വർണം മുഴുവൻ അടിച്ചെടുക്കാൻ കൂട്ടു നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് അത്രയും ഉണ്ടായത്. 2019 ആള് പണ്ട് നമ്മുടെ വിജയ് മല്യ കോടികൾ ചെലവഴിച്ച് ശബരിമലയുടെ താഴികക്കുടവും 4 അമ്പലവും ഈ ദ്വാരകപാലകന്മാരും അങ്ങനെ പ്രധാന വാതിലൊക്കെ സ്വർണം പൂശി അങ്ങനെ സ്വർണ്ണപ്രഭയിൽ ശബരിമല ക്ഷേത്രം ആ മകരവിളക്ക് ദിവസമൊക്കെ അങ്ങനെ സ്വർണ്ണപ്രഭയിൽ കുളിച്ച് നിൽക്കുന്നത് നമ്മൾ കുളിർക്കെ കണ്ടതാണ്. ഇപ്പോൾ 2019 അത് ചെമ്പായി ഇത്രേ. അങ്ങനെ ചെമ്പ് പാളികൾ ഈ സ്വർണം പൂശാനായിട്ട് ചെന്നൈയിലേക്ക് അങ്ങ് കൊടുത്തുവിട്ടു. ഇതിൻ്റെ ടെക്നോളജിയിൽ എക്സ്പേർട്ടായ ഒരു സ്ഥാപനമുണ്ട്, അവിടേക്കാണ് കൊടുത്തുവിട്ടിരിക്കുന്നത്. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവർ വളരെ പ്യുവറായ ഒരു മെറ്റലിൻ്റെ മേലെ മാത്രമേ സ്വർണം പൂശുള്ളൂ, അല്ലാണ്ട് ഓൾറെഡി സ്വർണം പൂശിയിലൊന്നും അവർ സ്വർണം പൂശില്ല, അത്തരം കാര്യങ്ങളിലൊന്നും അവർ ഇടപെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ ഉണ്ണീഷ്ണൻ പോയി അവിടെ ഈ സ്വർണം പൂശാൻ തങ്ങളെ കൊണ്ട് കഴിയും, ഞാൻ സ്പോൺസർഷിപ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 2019 കൊണ്ടുപോയിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതൊക്കെ പലയിടത്തും പ്രദർശിപ്പിച്ച് വലിയ തോതിൽ കാശുണ്ടാക്കി. ഈ ശബരിമല അയ്യപ്പൻ്റെ വാതിലാണ് അയ്യപ്പ ക്ഷേത്രം, ശബരിമലയിലെ പ്രധാന വാതിലാണ്. അപ്പോൾ അതൊക്കെ കൺകുളിർക്ക് നിങ്ങൾ കണ്ട് തൊഴുത് ഇഷ്ടംപോലെ സംഭാവന നൽകണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പണം അടിച്ചു മാറ്റി എന്നൊക്കെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി നമുക്കറിയില്ല കേട്ടോ, അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും കാര്യങ്ങൾ കിടപ്പ് അത്ര സുഖകരമല്ല. കൊടുത്തയച്ചപ്പോഴും ഇല്ല കണക്ക്, കൊണ്ടുവന്നപ്പോഴും ഇല്ല കണക്ക്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു 4.5 കിലോ കുറഞ്ഞു എന്നാണ് പറയുന്നത്. 4.5 കിലോ സ്വർണം കുറഞ്ഞു എന്ന് പറഞ്ഞത്
4.5 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു, കോടതി ഇടപെട്ടു. എങ്ങനെയെന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോഴാണ് ഈ 4.5 കിലോ സ്വർണം ഈ ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി, അത് പിണറായി വിജയനും LDF ഒക്കെ അടിച്ചു മാറ്റി എന്നും പറഞ്ഞിട്ട് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധമായിട്ട് അവർ കൊണ്ടു നടന്നു. അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയണത് അവിടുത്തെ പീഠവും കാണാനില്ല എന്ന്. ഗംഭീരായില്ലേ, അയ്യപ്പ സംഘം നടത്താൻ പോണു, അപ്പോഴാണ് ഈ പീഠം കാണാനില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം കാണാനില്ല പറഞ്ഞപ്പോൾ ആ പീഠവും കട്ടെടുത്തു ഇവർ. അങ്ങനെ ഇവർ സ്വർണ്ണക്കള്ളന്മാരാണ്. പണ്ട് തെരഞ്ഞെടുപ്പിൽ സ്വർണം കടത്തിയ ഒരു കഥയുണ്ട് പിണറായി വിജയനെതിരായിട്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി ഇനി അടുത്തൊരു അയ്യപ്പ സംഘം നടത്തിയിട്ട് ലോകത്തുള്ള കാശൊക്കെ അടിച്ചു മാറ്റാൻ LDF നേതാക്കളും ഇപ്പോഴത്തെ ഭരണപക്ഷവും പിണറായിയും കൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ പാടെ ഹാലിളക്കമായി. അപ്പോഴാണ് ഈ പോറ്റിയുടെ ഈ ആരോപണം കൂടി വന്നത്. ഗംഭീരമായില്ലേ, അയ്യപ്പ സംഗമത്തിൻ്റെ പൊലിമ കിട്ടുപോയി, ആക്ഷേപ ശരങ്ങളങ്ങ് വന്നുപോയി. അന്വേഷിച്ച് പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദേവസ്വം വിജിലൻസൊക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ കള്ളനി ഈ സാധനം ഒളിപ്പിച്ചിരിക്കുന്ന ഈ പോറ്റി തന്നെയാണ്. പോറ്റി പറ്റിച്ചു, പോറ്റിയാണ് പറ്റിച്ചത്. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ വീട്ടിൽ അദ്ദേഹം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു ഈ സാധനം എന്നാണ് പറയണത്. ആർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. ഈ ശോഭ കെടുത്താൻ, അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടി 2 കൂട്ടരാണ് എതിർത്തത്, ഒന്ന് കോൺഗ്രസും ഒന്ന് BJP. ഇവർക്കാർക്കെങ്കിലും വേണ്ടി ഒത്താശ ചെയ്താണോ എന്നറിയില്ല. അതോ ഇനി അദ്ദേഹം തന്നെ അത് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നും അറിയില്ല നമുക്ക്. കാരണം ഈ കള്ള ലക്ഷണമുള്ളവർക്ക് വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതിന് വേറൊരു ന്യായം കൂടെ വേണമെങ്കിൽ കണ്ടെത്താം. അപ്പോൾ ഈ 2024-ലോ 2025-ലോ ഈ സാധനം വീണ്ടും ശോഭമങ്ങിയിട്ട് കൊടുത്തുവിട്ടു അത്രേ. അപ്പോഴാണ് ഈ വ്യത്യാസം അറിയുന്നതും. അപ്പോൾ അത് മാത്രം ഈ ദേവസ്വം ബോർഡ് ഡയറക്റ്റായിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈകടത്താൻ പറ്റിയില്ല. അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നമ്മുടെ പ്രസിഡന്റ് ഈ പ്രശാന്ത് അതിന് സമ്മതിച്ചില്ല. അപ്പോൾ അതിന് പക വീട്ടിയതാണോ എന്ന് നമുക്കറിയില്ല. കാരണം ഇതിലും കുറച്ച് അടിച്ചു മാറ്റാനും പ്രദർശനത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടപ്പോൾ പുള്ളിക്കുണ്ടായ ദേഷ്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അയ്യപ്പൻ തന്നെ ശരണം. അയ്യപ്പൻ എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹം തത്വമസിയാണ്. സർവ പീഡനങ്ങളും ഏറ്റുവാങ്ങുന്ന കല്ലും മുള്ളും കാലിക്കുമെത്തെ എന്ന് പറഞ്ഞ് മലമുകളിൽ വനത്തിൻ്റെ നടുവിൽ വസിക്കുന്ന ആ അയ്യപ്പന് സ്വർണത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സത്യത്തിൽ അദ്ദേഹം സ്വർണം കൊണ്ടുവരാൻ ആരോടും പറഞ്ഞിട്ടില്ല. തന്നെ ഒരു സ്വർണ്ണ മാളികയിൽ കുടിയിരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. സ്വർണം കൊണ്ടുള്ള വാതിൽ പണിയണമെന്ന് പറഞ്ഞിട്ടില്ല. ഭക്തന്മാർ അങ്ങ് കൊണ്ടുപോയിട്ട് ശബരിമലയിൽ ഈ സ്വർണം കൊണ്ട് നിറച്ച് അത് കട്ടെടുക്കാനുള്ള വാസന മനുഷ്യനുണ്ടാവും. മുതൽ കട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനി ബ്രാഹ്മണനായാലും ശരി, ശൂദ്രനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, കള്ള ലക്ഷണം വാസനയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും അവസരം കിട്ടിയാൽ കക്കാൻ ആരായാലും, ഇപ്പോൾ പൂജാരി ആയാലും ശരി. ഇദ്ദേഹം അയ്യപ്പ ക്ഷേത്രത്തിൽ കുറേ കാലം പൂജാരിയായിരുന്നു. ഈ ശബരിമലയിൽ തന്നെ കുറേ കാലം കീഴ്ശാന്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ എങ്ങനെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു കയ്യും കണക്കൊന്നുമില്ലല്ലോ. ഭക്തരങ്ങോട്ട് ആരാധന മൂത്തിട്ട് അങ്ങ് കൊണ്ടു തള്ളുകയല്ലേ. എന്താണ് അവിടേക്കുള്ള ആവശ്യം എന്നറിഞ്ഞൊന്നുമല്ല ഈ കൊണ്ടുവന്ന്. അതും പുറമേ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവർ വാരി കോരി എറിയുകയാണ്. എവിടെയെങ്കിലും ഒരു കല്ലിന് എന്തെങ്കിലും ആരെങ്കിലും കുറച്ച് പണടണ കണ്ട പിന്നാലെ വരുന്ന ആൾക്കാർ അവിടെ കുറേ പണം വാരി എറിയും. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം മുന്നിൽ പോയ ആൾ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു. ഏതെങ്കിലും ഒരു കല്ലിൻ്റെ മുമ്പിൽ പോയിട്ട് ഒരാൾ സാഷ്ടാംഗം സമയത്ത് തൊഴുകണം കണ്ടാൽ പിന്നാലെ വരുന്ന ആളും ഉടനെ വീഴും. എന്തിനാണോ അറിയില്ല, മുന്നിലുള്ള ആൾ ചെയ്തു. ഇതാണ് ഭക്തിയുടെ പൊതുവെയുള്ള ഒരു നിലവാരം. അല്ലാണ്ട് തീവ്രമായി എന്താണ് ഭക്തി കൊണ്ട് മനുഷ്യൻ എന്താണ് വേണ്ടത് എന്നൊന്നും ആലോചിക്കാറില്ല. മനസ്സിന് ശാന്തിയും സമാധാനവും ഈ അടുത്ത തലമുറയ്ക്ക് മാനവരാശിക്ക് മൊത്തത്തിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണ്ടേ. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ സ്വർണം വാരി എറിയാനും സ്വർണം കൊണ്ട് ക്ഷേത്രം പൊതിയാനും എല്ലാം അവിടെ ആവശ്യം. അതെല്ലാം ഇപ്പോൾ വെറിയ നിലവറകളിലാക്കി കാത്തു സൂക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേതെങ്കിലും ചില അധികാരികളിൽപ്പെട്ട ചിലർക്കെങ്കിലും ചില വേണ്ടാത്ത തോന്നലുണ്ടാവും. ആ തോന്നലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് ഇപ്പോൾ അധികാരത്തിലുള്ളവർ ശ്രദ്ധിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഇനി അധികാരത്തിൽ വരുന്നവരും ശ്രദ്ധിച്ചാൽ നല്ലത്. അതുകൊണ്ട് ഇതൊരു പാഠമാണ്. ഇനിയും പോറ്റിമാരുണ്ടാവും, പോറ്റിമാർ പറ്റിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇത്തരം പോറ്റിമാരെ പോറ്റേണ്ടി വരും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.